അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഒരു ഗംഭീരമായ കേക്ക് സ്വിസ് റോൾ പാറ്റേൺ ആണ്. സ്വിസ് റോളാണ് അതിൻ്റെ ഒരു വേറെ വേർഷൻ. അത് ക്രിസ്മസിന് പറ്റിയ തീമാണ് ഫേസ് ഉണ്ടാക്കിയത്. അപ്പോൾ അതെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കണം. നിങ്ങളൊക്കെ ഇനി ഉണ്ടാക്കണം, എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്ന് സെയിം ഡേ ആണ് ഷൂട്ടൊക്കെ ചെയ്യുന്നത്. ഒരു ദിവസം തന്നെ സ്പെയർ ചെയ്തത് വലിയ ഉപകാരമായി. അപ്പോൾ രാവിലെ തന്നെ ഹസ്ബൻഡ് ഒരു 10-11 മണിയായപ്പോൾ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. ഇതിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് തുടങ്ങി. ഇപ്പം തന്നെ ലഞ്ച് ടൈം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ കുക്കിംഗ് ഒന്നും നടന്നിട്ടില്ല. കാര്യം നമ്മൾ ബിസി ആയിരുന്നല്ലോ. അത് കാരണം താഴത്തെ മെക്കാനിസ് അല്ലേനു മെക്കാനിസ് റെസ്റ്റോറൻറ്റ് താഴെയാണ്. വിളിച്ചു പറഞ്ഞാൽ അവർ ഹോം ഡെലിവറി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗ്രിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഓർഡർ ചെയ്തിട്ടിരിക്കുന്നു. എല്ലാവരും ഞാൻ കുക്ക് ചെയ്യുമ്പോഴൊക്കെ പറയും, ഓ ഇത് ലക്ഷ്മി നായരാണോ ഇപ്പൊ മാമിന്റെ കൂടെ നമുക്ക് അയ്യോ വലിയ സന്തോഷം. എന്തായാലും അതൊരു സന്തോഷം, ഒരു നിമിത്തം പോലെ വിചാരിക്കാം നമുക്ക്. എന്തായാലും അന്ന് കണ്ടു, പിന്നെ വീണ്ടും കാണുന്നു. അപ്പോൾ ഷി വാസ് റെഡി ടു കം. പറഞ്ഞു വേണമെങ്കിൽ ഷാർജയിൽ ഞാൻ അങ്ങോട്ട് പോയി ചെയ്യാം, പക്ഷെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അത് അതിൽ പരം സന്തോഷമായി. എന്തായാലും നമുക്കൊരു വലിയ ഭാഗ്യമായി. എന്തായാലും ഇനിയും നമുക്ക് കാണണം നെക്സ്റ്റ് ടൈം വരുമ്പോൾ. ഇപ്പൊ ഇച്ചിരി പരിമിതമായ സമയം ഉണ്ടായിരുന്നു, ലിമിറ്റഡ് ടൈം. ഇനി അടുത്ത യാത്രയുണ്ട്, ഇനി മാഞ്ചസ്റ്ററിലേക്ക് ഞങ്ങൾക്ക് പോകണം. അപ്പോൾ പിന്നെ അധികമില്ല. അപ്പോൾ ക്രിസ്മസ് നമ്മളിങ്ങനെ ഇവിടെ പറ്റുന്ന രീതിയിലൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് വിൽ മേക്ക് ഹണി കേക്ക് ഇൻ എ ഡിഫറെന്റ് ഫ്ലേവർ. അപ്പൊ അതും കാണുക. അത് സിമ്പിളായിട്ട് പറഞ്ഞു തരും, ഗംഭീരമായിരിക്കും. ഓക്കെ, അപ്പോൾ മെക്കാനിസ് നമ്മുടെ താഴത്തെ കട നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമ്മൾ കുറച്ച് ഗ്രിൽസ് ആണ് അതിന്. മിക്സ്ഡ് ഗ്രിൽ, മട്ടൺ ആൻഡ് ചിക്കൻ. പിന്നെന്താ കുബൂസ്, ഒരു ഫ്രൂട്ട് പ്ലാറ്റർ, വെജീസ്, പിന്നെ ഒരു ബിരിയാണി, ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. അപ്പോൾ എല്ലാം കൂടി കറക്റ്റ് ആയിരിക്കും. മട്ടൺ ആൻഡ് ചിക്കൻ, യെസ്. കുറേ നാളായി കേരള പൊറോട്ട കണ്ടിട്ട് ഇവിടെ കിട്ടും. So many items. ഞങ്ങളുടെ ലഞ്ച്. അപ്പോൾ ഇന്നിപ്പോൾ ഫേസയുടെ നെക്സ്റ്റ് കേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഹണി കേക്കാണ് ചെയ്യാൻ. പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസിക് അല്ല. ഇത് വരുന്നത് ഫ്ലേവേർഡ് ഹണി കേക്ക്. യെസ്, അതിന്റെ ബേസ് തന്നെ കാരാമലൈസ്ഡ് ബിസ്ക്കറ്റാ വരുന്നത്. ഓക്കെ, ഇതില് ഈ ഒരു പ്രോസസ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ക്ലാസിക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാം. പക്ഷെ ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് അതിന്റെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത് പ്രൂൺസ് ആൻഡ് വാൾനട്ട് കാരമൽ സോസ്. ഓക്കെ, അടിപൊളിയായിരിക്കുമല്ലോ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു തുടങ്ങി. യെസ്, ആദ്യം ഒരു സോസ് പാനിലേക്ക് ഒരു 25 ഗ്രാം, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ഹണി. നമുക്ക് ഹണി ടോട്ടൽ വേണ്ടത് 50 ഗ്രാം. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റിലുള്ള ഒരു പാർട്ടിന് ഒരെണ്ണം വെക്കാം, വേറെ പകുതി വേറൊരു ബൗളിൽ. അപ്പൊ ഇതൊരു 2 ടേബിൾ സ്പൂൺ ഹണിയും 2 ടേബിൾ സ്പൂൺ ബട്ടർ. ഇതിലിപ്പോ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ച് അതിലേക്ക് ടോട്ടൽ 4 ടേബിൾ സ്പൂൺ ആണ്. ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിലേക്ക് 50 ഗ്രാം ഷുഗർ. 50 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/4 കപ്പ്. 1.25 കപ്പ്, 3 ടേബിൾ സ്പൂൺ. സ്പൂൺ കണക്കാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ, കപ്പ് ആണെങ്കിൽ 1/4 കപ്പ്. ഇത് കാരമലൈസ് ചെയ്ത് എടുത്ത ഉടനെ തന്നെയാണ് നമ്മൾ ഇത് ചേർക്കണം. ഇത് എന്തിനാ ഇങ്ങനെ ചേർക്കുന്ന വെച്ചാല്, ഇപ്പൊ കാരമലൈസ് ചെയ്യുമ്പോൾ ഭയങ്കര ചൂടായിരിക്കുമല്ലോ, അതിനെ ഒന്ന് കൂളൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹണി കുറച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഹണി കേക്ക് ചെയ്യുമ്പോഴേ എപ്പോഴും ഫസ്റ്റ് എല്ലാം മെഷർ ചെയ്ത് നമ്മുടെ കൈയുടെ അടുത്ത് വെക്കുന്നതാണ് എപ്പോഴും കൈയുടെ പാകത്തിന്, അല്ലെ? പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കും, ആ ഒരു ഫെർമെന്റ് ഇത് ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ട് സമയം എടുത്ത് ചെയ്തത് ആദ്യമേ എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അടുത്തത് നമുക്ക് ഇനി ഫ്ലോർ മെഷർ ചെയ്യാം. 150 ഗ്രാം. ഓക്കെ, 150 ഗ്രാം. ഇതിപ്പോ 150 ഗ്രാം, അരക്കപ്പും പിന്നെ 2-3 ടേബിൾ സ്പൂൺ. ഇത് 150 ഗ്രാം മൈദ.
150 ഗ്രാം മൈദയും ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് യെസ് കാരമലൈസിങ് പ്രോസസ് ഇൻ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഹണി ആൻഡ് ഷുഗർ. ഇത് ഭയങ്കരമായിട്ട് കാരമൽ ചെയ്ത് കറുത്ത് അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് ആ ഷുഗർ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ വെച്ചാൽ മതി. ഇതിപ്പോ കാരമലൈസ്ഡ് ഹണി കേക്ക് ചെയ്യുന്നോണ്ടാണ് ഇത് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. നോർമൽ ക്ലാസിക് ആണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഒന്ന് എല്ലാം കൂടി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഫ്ലോർ ആഡ് ചെയ്താൽ മതി. ഈ ഒരു പ്രോസസ്സ് വേണ്ട. ഇതാ ഫ്ലേവർ ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ട്. നോർമൽ ആണെങ്കിൽ ഹണി വിത്ത് ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഫ്ലവർ ചേർത്താൽ മതി. കറക്റ്റ് കാരമലൈസ് ആയി. അതിലേക്ക് നമ്മുടെ ബാക്കി വരുന്ന ഹണി ആൻഡ് ബട്ടർ, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ ഹണി ആൻഡ് 2 ടേബിൾ സ്പൂൺ ബട്ടർ. അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവുന്നത് മതി. അപ്പത്തേക്ക് തന്നെ അടുപ്പിൽ മാറ്റിയിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കാം. ചൂട് മതി. യെസ്. ബേക്കിംഗ് സോഡ ആൻഡ് വിനെഗർ 2 ചേർക്കണം. വിനെഗർ ഹാഫ് ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് മെൽറ്റ് ആയതിലേക്ക് ഇതൊഴിക്കാം. അതിലേക്ക് കോമ്പിനേഷൻ ബേക്കിംഗ് സോഡ സോഡാപ്പൊടിയാണ്. അര ടീസ്പൂൺ. ഓക്കെ. അപ്പൊ ഒരു പതഞ്ഞ് വരും. ഈ പാതയിലേക്കാണ് നമ്മൾ മുട്ട ചേർക്കുന്നത്. ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കാണുക. ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് ആ ചൂടോടുകൂടി തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? ആ ചൂടിൽ തന്നെ ചെയ്യുന്നത്. അപ്പം മുട്ട ചേർക്കുന്ന ടൈം ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വിസ്കാണ് വേണ്ടത്. ഇവിടെ വിസ്ക് ഇല്ലാത്തത് കൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കണം. ഫ്ലോർ നമ്മൾ നേരത്തെ മെഷർ ചെയ്ത് 150 ഗ്രാം മൈദ നേരത്തെ ചെയ്ത് വെച്ചല്ലോ അളവ്. ഇതിപ്പോ ഈ പാത്രം ആയതുകൊണ്ട് ഒന്നിക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇതാണ് ഇതിന്റെ ഹണി കേക്കിന്റെ കൂട്ട്. ആ ബാറ്റർ ബേസിക് ബാറ്റർ ആണ്. അപ്പൊ ക്ലാസിക് ഹണി കേക്ക് ആണെങ്കിൽ കാരമലൈസിംഗ് പ്രോസസ്സ് വേണ്ട. ജസ്റ്റ് ആ ബട്ടറും ഷുഗറും കൂടി ഒന്ന് മെൽറ്റ് ആക്കുക. ഹണിയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കുക. അതിലേക്ക് ബേക്കിംഗ് സോഡ, വിനാഗർ, എഗ്, അത് കഴിഞ്ഞിട്ട് മൈദ. ദിസ് ഈസ് ദ പ്രോസസ്. ഇത് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ള ബാറ്റർ ആയിരിക്കും. ഇതിന് ഇനി കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴാണ് കറക്റ്റ് നമുക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പരത്തി എടുത്തിട്ട് ബേക്കിംഗ് ആകെ ഒരു 5 മിനിറ്റ്സേ വേണ്ടുള്ളൂ. അപ്പൊ ഈ ഒരു ഭാഗം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇതൊക്കെ ഹീറ്റ് ഇല്ലാതെ ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെസ്സി ജോബാണ് ആക്ച്വലി പറഞ്ഞാല്. നമുക്ക് പ്രത്യേകിച്ച് ഹണി കേക്ക് ഭയങ്കര പ്രോസസ്സ് കുറച്ച് കൂടുതലാണ്. പക്ഷെ അതിന്റെ ഫൈനൽ രക്ഷയില്ല. ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഹണി കേക്ക് എന്ന് പറഞ്ഞാൽ. അതിപ്പോ ആദ്യമൊക്കെ ക്ലാസിക്ക് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആണ് ഇങ്ങനെ പല ഫ്ലേവേഴ്സ്, ഒരുപാട് ഇംപ്രൊവൈസേഷൻസ് എല്ലാവരും ഇങ്ങനെ മാറ്റങ്ങളോടുകൂടി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. ഇത് ഇനി കുറച്ച് സമയം ഫ്രിഡ്ജിൽ ക്ലിംഗ് ഫിലിം കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കറക്റ്റ് കയ്യിൽ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന മെഷർ ചെയ്തിട്ട് കറക്റ്റ് ആക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു ഊഹം വെച്ചിട്ട് ബോൾസ് എടുക്കാം. ഇത് പരത്തിയിട്ടാണല്ലോ ഇനി പരത്തി ബേക്ക് ചെയ്തെടുക്കും. ഇപ്പൊ ഓവൻ എത്ര ടെമ്പറേച്ചറാണ് വേണ്ടത്? 150 പ്രീഹീറ്റ് ചെയ്യുന്നു. ഒരു 5 മിനിറ്റ്സേ ബേക്കിംഗ് ടൈം ആവശ്യമുള്ളൂ. ഇതുപോലെ പാച്ച്മെന്റ് പേപ്പർ വെക്കാം. എനിക്ക് ഒരു ബൗൾ എടുക്കാം. ഒരു ബൗൾ എടുത്തിട്ട് വെച്ച് കുറച്ച് മൈദ വെച്ച് വേറൊരു പാച്ച്മെന്റ് പേപ്പർ വെക്കാം. എന്നിട്ട് റോൾ ചെയ്യാം. വളരെ തിന്നാക്കിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് എത്ര സമയം ബേക്ക് ചെയ്യണം? 5 മിനിറ്റ്. ജസ്റ്റ് 5 മിനിറ്റ്സ്. ജസ്റ്റ് ഒന്ന് ഫോക്കിന് അടുത്തതും അതുപോലെ എല്ലാം ഇങ്ങനെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അന്നേരം പെട്ടെന്ന് ഓവനിൽ വെച്ചിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്താണ്. ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തുമ്പോൾ വേണം അങ്ങനെ ഓടിച്ചാൽ. അതെ പൊങ്ങി കിടക്കും. അത് പൊങ്ങാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റിങ് വെച്ചിട്ട് ഷേപ്പ് ആക്കിയാൽ മതി. ഇപ്പൊ ഏത് ഷേപ്പ് അങ്ങനെ കുഴപ്പമില്ല. എന്തായാലും ചപ്പാത്തിയൊക്കെ റോൾ ചെയ്ത പോലെ ഉള്ളു. 2 വെച്ച് ബേക്ക് ചെയ്യാം. ചൂടായി അല്ലേ? ഇനി
ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. യെസ് 5 minutes വേണ്ടുള്ളൂ കേട്ടോ. ഓക്കെ, നല്ല ചൂടായിട്ടുണ്ട്. 150 പ്രീ ഹീറ്റഡ്. കറക്റ്റ് 5 minutes. അപ്പോൾ അത് ടൈമർ വയ്ക്കാം. ടൈമർ വെച്ചിട്ടുണ്ട്. ഓക്കെ, 5 minutes കഴിഞ്ഞു. അതെ, കറക്റ്റ് ടൈമിങ് റെഡി. ഇങ്ങനെ ഒരു ഗോൾഡൻ കളറേ ആവേണ്ടുള്ളൂ. ഓക്കെ, എന്താ വേണം. ഓക്കെ, ഇതിന് കുറച്ച് ചൂട് ഒന്ന് തടഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് റിങ് വെച്ചിട്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ എടുത്തു. ബേസ് റെഡി. അപ്പോൾ ഇങ്ങനെ ആയതിനെ നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പായിട്ട് സൈഡ്സ് ഒക്കെ ട്രിം ചെയ്ത് അത് റിങ് വെച്ചിട്ട് കട്ട് ചെയ്ത് അല്ലെങ്കിൽ കത്രിയോ എന്തായാലും ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു സെമി ക്രിസ്പി പോലെ, ഭയങ്കര ഓവറല്ല, അതെ 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 ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സൈഡ്സ് ഈവൻ കത്തി വെച്ച് വേണമെങ്കിലും റൗണ്ട് ഷേപ്പ് ആക്കാം. ഇതുപോലെ കുറച്ച്. അപ്പോൾ ഒരു 8 inch പാനിലൊക്കെ ചെയ്യുന്ന ഒരു കേക്ക് ആണെങ്കിൽ ഇതുപോലത്തെ ആ ഒരു ഷേപ്പിൽ ഏകദേശം ഒരു 6 ലെയർ മതിയാകും. ഇതിപ്പോൾ എത്രേൻ്റെയാണ് നമ്മൾ എടുത്തത്? 6 inch വേണ്ടിയിട്ടായതുകൊണ്ട് 3, 4, 5, 6 അല്ലെ, ഹാഫ് കെ ജി കേക്കിന്റെ ആ ഒരു അളവിന് വരും. ഇതിങ്ങനെ ലെയർ ചെയ്ത് അകത്ത് ഫില്ലിങ് എല്ലാം കൂടി ഉള്ളതുകൊണ്ട് ഒരു 3/4 kg ഒക്കെ വരും. അത് വരും. എല്ലാം അതെ, അങ്ങനെ വരുമ്പോൾ 1/2 കിലോ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ വരും. എന്തായാലും ഒരു 6 layers ആണ് ഇപ്പൊ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഒരു 1/2 കിലോ 3/4 കിലോയുടെ കേക്ക്. ഓക്കെ, ഇത്രയും ഫില്ലിംഗ് ഒക്കെ വരുന്നുണ്ട്. മാക്ടോപ്പ് ഒന്ന് വിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിന്നെ 2 ടൈപ്പ് ഫില്ലിംഗ് വരുന്നത്. ഒന്ന് നമ്മുടെ കാരമൽ ക്രീം ചീസും വരും, പിന്നെ സോർ ക്രീം വെച്ചിട്ട് ഒരു ഫില്ലിംഗ്. ഓക്കെ, അപ്പൊ 2 ടൈപ്പ് വരും. ഒന്നില് കാരമൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മാംഗോ മൂസ് പോലത്തെ കാരമൽ മൂസ് ഒരെണ്ണം ചെയ്യും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊന്ന് ഗ്രിപ്പ് കിട്ടാൻ. സോർ ക്രീമിന്റെ അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ രണ്ടും കൂടി ഫ്രൂട്ട്സ് ആൻഡ് വാൾനട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരമൽ സോസ് ഇസ് റെഡി. ഇതിപ്പോ 100 gram. ഓക്കെ, ഹാഫ് കപ്പ് എടുത്ത് വിപ്പ് ചെയ്ത് ഇത്ര ആക്കിയിട്ടുണ്ട്. ക്രീം ചീസ് ഫിലാഡൽഫിയ അത് എത്ര ചേർക്കും? ഇതുപോലെ അത് നമ്മുടെ ഇഷ്ടത്തിന് അല്ലെ, വേണമെങ്കിൽ പകുതി 1/2 കപ്പ് ചീസ് ക്രീം ചീസും അതുപോലെ വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് എടുത്തല്ലോ. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്താണ്. അപ്പോൾ ഏകദേശം ഇത്രയും വരും. അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് ക്രീം ചീസ് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കാരമൽ സോസ്. അതിപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. ഒരു പ്രശ്നമില്ല. 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത് ടോട്ടലി ഒരു കാരമൽ തീമാണ്. ഒരു ഫില്ലിങ് റെഡിയായി. ഓക്കെ, ഇതൊരു ഫില്ലിങ്. കാരമൽ ഫില്ലിങ്, കാരമൽ സോസ്, പ്രൂൺസ്, വാൾനട്ട്. ഇനി നമ്മുടെ മെയിൻ ഫില്ലിങ്. ഓക്കെ, അതാണ് ഈ ഹണി കേക്കിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് കാരമലൈസ് ചെയ്ത് കിട്ടുന്നില്ലേ? നമ്മളിങ്ങനെ അത് കുക്കറിലിട്ട് വെള്ളത്തിലിട്ട് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ 1 hour വെച്ച് കഴിഞ്ഞാൽ വരും. പക്ഷെ ഇതിനെ നമുക്ക് ഒരു 2 hours അല്ലെങ്കിൽ 3 hours വെക്കണം. അത്ര വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ കാരമലൈസ്ഡ് ഇവിടെ നമുക്ക് ഇപ്പം കാരമലൈസ്ഡ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എടുക്കാം, എന്നിട്ട് ഒന്ന് മൈക്രോവേവിൽ കുറച്ചധികം സമയം വെക്കാം. അപ്പൊ കുറച്ചും കൂടി അതൊന്ന് ടൈറ്റ്. മനസ്സിലായി. അങ്ങനെ ചെയ്ത് വെച്ചതായത്. ഇതിപ്പോ ഒരു 150 gram ഉണ്ട്. അതിലേക്ക് സോർ ക്രീം ഞാൻ വാങ്ങിയത് ഇവിടെ നമുക്ക് കുറച്ച് ലിക്വിഡ് ആയിട്ടാണ് കിട്ടുന്നത്, നമ്മുടെ യോഗേർട്ട് ഒക്കെ പോലെ. അത് മറ്റേ ഹങ്കേർഡ് അതിനെ ഒന്ന് വെച്ച്, അതായത് സാർ ക്രീം ആയിട്ട് വാങ്ങിച്ചിട്ട് മസ്ലിൻ ക്ലോത്തിൽ വെച്ചിട്ട് ഹങ്കേർഡ് പോലെ ആക്കി അതിന്റെ വാട്ടർ കണ്ടന്റ് മാറ്റി തിക്കാക്കി വെച്ച് അത് വെച്ചിട്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് അതാണ് ഒരു പോർഷൻ. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ട കാര്യങ്ങളെല്ലാം റെഡി. 2 layers ഓഫ് ഫില്ലിങ് ആൻഡ് ബാക്കി കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇനി ഇതുകൂടെ റെഡി. സ്റ്റാർട്ടിങ്. കൊള്ളാം, നൈസ്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ എല്ലാവർക്കും. നമ്മൾ ഈ ഹണി കേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഇഷ്ടംപോലെ ഇപ്പോൾ ഭയങ്കര ഒരു
ഇഷ്ടമാണല്ലോ, ഭയങ്കര ഒരു എന്താ പറയുക വൈറൽ സാധനമാണ്, കുറച്ച് കാലമായിട്ട്. അപ്പോൾ അതിനെ ഒന്ന് നമ്മൾ ഡീകോഡ് ചെയ്യുന്നു എങ്ങനെയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇന്നത്തെ ക്യാമറ പേഴ്സൺ ഞാനാണ്, അതുകൊണ്ട് ഞാൻ അവസാനമേ വരുള്ളൂ. ഷുഗർ സിറപ്പ് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ജസ്റ്റ് വാട്ടറിൽ ഷുഗർ മെൽറ്റ് ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും നല്ലത് അതിൽ കുറച്ചും കൂടി പാലും കൂടി ആഡ് ചെയ്യുന്നതാണ്. അതെന്ന് കുറച്ചും കൂടി ഫ്ലേവർ വൈസും നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ സോക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന്റെ ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിപ്പോ വരുന്നത് ഹാഫ് കപ്പ്, അതായത് 2:1 റേഷ്യോ. ഇപ്പൊ ഒരു 1 കപ്പ് ആണ് വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് കപ്പ് പാല്, ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ. ഓക്കെ, അത്ര മതി. അപ്പോൾ 1.5 കപ്പ് ഉണ്ട് വാട്ടർ ടോട്ടലായിട്ട്. 1 കപ്പ് വെള്ളം, 1/2 കപ്പ് പാല്, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, എല്ലാം കൂടി തണുപ്പിച്ച് യെസ്, ഇറ്റ്സ് എ സോക്കിംഗ് സിറപ്പ്. നമ്മളെപ്പോഴും സോക്ക് ചെയ്യുന്ന സമയത്ത് താഴെ പാർട്ട് സോക്ക് ചെയ്താൽ മതി. ഓക്കെ, അതായത് കുത്താത്ത ഭാഗം. നമ്മൾ സാധാരണ ഫോർക്ക് വെച്ച് കുത്തിയ ഭാഗമുണ്ട്, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്. സോക്ക് ചെയ്യണത് തിരിച്ച് വെച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അത് കുറച്ച് സമയം കഴിയുമ്പോഴാണ് അത് അബ്സോർബ്. അതെ, അത് ഉള്ളിലേക്ക് ഇങ്ങനെ പിടിക്കും. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഫുൾ അബ്സോർബ്. അതെ അതെ അതെ, ഓൾറെഡി ഫസ്റ്റ് വൺ നല്ല സോ. ഇനിയിപ്പോൾ തൊട്ടാ പൊടി. അതാണ്, ആ രീതിയിലായി കഴിഞ്ഞു. ഇനി വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. നമ്മൾ കവർ ചെയ്യാൻ പോകുന്നു. കുറച്ച് ക്രീം വയ്ക്കുന്നു, ബേസ് വെക്കുന്നു. യെസ്, ഓക്കെ. ഫസ്റ്റ് നമുക്ക് കാരമൽ ക്രീം ചീസ്. ഓക്കെ, ദിസ് ഈസ് കാരമൽ ക്രീം ചീസ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അതെ ആ ഫില്ലിങ്. ഇതിൽ ക്രീം ചീസ്, വിപ്പിംഗ് ക്രീം ആൻഡ് ലിറ്റിൽ കാരമൽ സോസ്. നല്ലൊരു തിക്ക് ലെയർ കൊടുക്കുന്നു, വലിയ തെറ്റില്ലാത്തൊരു അളവിൽ. ചെറിയൊരു സെൻട്രൽ പാർട്ട് ആക്കാം. ആ ഫില്ലിങ്, ഈ ഫില്ലിങ് കൊടുക്കാം. യെസ്. ആഹാ, ഇതാണ് കാരമലൈസ്ഡ് എന്താ പറയുക, നമ്മുടെ കണ്ടൻസ് മിൽക്കും സോർ ക്രീമും കൂടെ ഉള്ള കോംബോ. കാണുമ്പോൾ തന്നെ അറിയാം എന്താ ടേസ്റ്റ്. ഇതായിരിക്കും ഓരോ ലെയറിലും വരുന്നത്. ഇനി അതിന്റെ മുകളിലായിട്ട് അതിന്റെ മേലെ ഞാൻ ഇതൊന്ന് കുറച്ചൊന്ന് മൈക്രോവേവ് ചെയ്യാം. ഓക്കെ ഓക്കെ, യെസ്. ഇത് ആക്ച്വലി സോൾട്ടഡ് കാരമൽ ആട്ടോ. ഇതിന്റെ അളവ് വേണമെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു 200 ഗ്രാം പഞ്ചസാര കാരമലൈസ് ചെയ്യാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ അത് ചേർത്തതിന് ശേഷം ഓഫ് ചെയ്ത് അതിലേക്ക് 100 ml ക്രീം, ഫ്രഷ് ക്രീം ഒന്ന് മൈക്രോവേവ് ചെയ്താൽ നല്ലത്. എന്നിട്ട് കുറച്ച് സോൾട്ട് ഇടുന്നെങ്കിൽ അതാണ് നമ്മുടെ കാരമൽ സോസ്, സോൾട്ടഡ് കാരമൽ. പ്രോൺസ് ആയിരുന്നു മൈ ഫേവറേറ്റ് തിങ്. പ്രോൺസ്, വാൾനട്ട്സ് അതെൻ്റെ ഫേവറേറ്റ് അല്ല, പക്ഷെ എന്നാലും അത് ഭയങ്കര നല്ലതാണ്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈവൻ ആൽമണ്ട്സ് ഇടാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ടാണോ അത് ഇടുക. കുറച്ച് കാരമൽ സോസ് എക്സ്ട്രാ കൊടുക്കണു. ഇതിപ്പോൾ ഒരു ലെയർ കൊണ്ട് തീരുന്നില്ല, ഇങ്ങനെയാണ് ഇനി മുകളിലേക്ക് വരാൻ പോകുന്നത്. ഈച്ച് ലെയർ വിൽ ബി ഇങ്ങനെ രണ്ട് ഓരോ ലെയറിൻ്റെ ഇടയിൽ ഇത് വരും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സെക്കൻഡ് ലെയർ വയ്ക്കും. Caramelized honey cake with fruits and walnuts. Yes, മൂന്നാമത്തെ ലെയർ. എല്ലാം ഈ സോഫ്റ്റ് ലെയേഴ്സ് ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്. Again fruits and walnuts. കാരമൽ സോസ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലേവറാണ് കേട്ടോ കാരമൽ. രക്ഷയില്ല, എനിക്ക് ഇഷ്ടമാണ് ബട്ടർ സ്കോച്ച് കാരമൽ. ചോയ്സ് ഒട്ടും തെറ്റിയില്ല, അടിപൊളിയായി.
നമ്മുടെ നാട്ടില് ഐ മീൻ ഉണ്ടോന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോ സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ക്ലാസിക് ആണ്. ഇവിടെയും കൂടുതലായിട്ട് ക്ലാസിക് തന്നെ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ റേഞ്ച് ആണല്ലേ, അടിപൊളി. അതെ അതെ അതെ, മിടുക്കിയാണ് കേട്ടോ, നോ ഡൗട്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ. ഇതിന്റെ ഞാൻ കുറെ ഫ്ലേവർ ചെയ്യാറുണ്ട്. വേറെ ഒരെണ്ണം എന്റെ ഫേവറേറ്റ് എന്താ പറയാ, കോക്കനട്ട് വിത്ത് ബെറി. വാവ്. അതായത് റഫലോ പോലെ ചെയ്യും, കോക്കനട്ടിൽ തന്നെ ആൽമണ്ട്സ് വെച്ചിട്ട്, അത് വിത്ത് ബെറീസ്. ഓ, അതും ഭയങ്കര സംഭവം അല്ലേ. അതൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ കിട്ടുമല്ലോ, അവിടെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ നോട്ട് ദ പോയിന്റ്. പക്ഷെ ഹണി കേക്ക് ആകുമ്പോഴത്തേക്ക് ഒരു 2 ദിവസം 3 ദിവസം മുന്നേ പറയണം ഓർഡേഴ്സ്, കാരണം അതൊരു ദിവസം സമയം വേണം. അതെ, ഇരുന്നാലാണ് അതിന്റെ ടേസ്റ്റ് ഒക്കെ കൊടുത്തത്. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും, കോൺടാക്ട് നമ്പറും എല്ലാം. അപ്പൊ പിന്നെ എളുപ്പമല്ലോ. അപ്പൊ നമ്മളൊരു ക്രം കോട്ടിംഗ് പോലെ കൊടുക്കാം. യെസ്, ഇതിപ്പോ നമ്മളൊരു നേക്കഡ് കേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് അല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ ഫുള്ള് കവർ ചെയ്യാം, സ്മൂത്ത് ആക്കി എടുക്കാം. ഫുൾ വിപ്ഡ് ക്രീം വെച്ചിട്ട് നല്ലതായിട്ട് അല്ലേ ചെയ്താൽ മതി. ആ ബാക്കി വന്ന ആ ഒരു വിപ്ഡ് ക്രീം കോമ്പിനേഷനാണ്. ടേൺ ടേബിൾ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് കുഴപ്പമില്ല. ഷീസ് ഇത് ആക്ച്വലി ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി പിറ്റേ ദിവസം ആകുമ്പോൾ അതിന്റെ പെർഫെക്റ്റ് ഫ്ലേവറും കറക്റ്റായിട്ട് കിട്ടും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി ഫൈനൽ കോട്ടിംഗ് കൊടുക്കണമെങ്കിൽ ഇത് ആദ്യം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ഫൈനൽ കോട്ടിംഗ്. പക്ഷേ നമ്മൾ ഫൈനൽ കോട്ടിംഗ് കൊടുക്കുന്നില്ല, അല്ലാണ്ട് തന്നെ നമ്മൾ ഇതിനെ അലങ്കരിക്കാൻ പോവാണ്. സാർ ക്രീമിന്റെ ഒരു ടേസ്റ്റ് ആണ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്, കേറി നിൽക്കണ്ട. അത് ഇതിലും ഉണ്ട്, ഈ ഒരു ഇതിനകത്ത് സാർ ക്രീം വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ക്ലാസിക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മാത്രം കൊടുത്താൽ മതി. ക്ലാസിക് ആണെങ്കിൽ ഇത് മാത്രം മതി, മറ്റത് വേണ്ട. മറ്റേത് നമ്മൾ ചേർത്ത് ബാക്കി അതൊന്നും വേണ്ട, അതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ദിസ് ആൻഡ് ആ ഫില്ലിങ്ങും വേണ്ട, വേറെ ഒന്നും. നോ ഫ്രൂട്ട്സ്, നോ നട്ട്സ്, നത്തിങ്. ഓക്കെ, യെസ്. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാം. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി ഇതേ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഫൈനൽ ഫോം. ഇനി പിന്നെ നമുക്ക് യെസ് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിസ്മസ് തീമിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പോകും. കുറച്ചധികം സാധനങ്ങളുണ്ട്, ഇതേ നോക്കിയേ. അതിൽ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് അലങ്കരിക്കാൻ പോകും. റോസ്മേരി ഇത് റിയലാണ്, ഫ്രഷ്. വാവ് ഡിയർ, ക്രിസ്മസ് ട്രീ തീമാറ്റിക് ആയിട്ട് ചെയ്യുവാണ്. ഫോണ്ടന്റ് കുറെ മോൾഡ്സ് ഒക്കെ ഉണ്ട്. അല്ലാതെ നമുക്ക് കൈയോടും വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇപ്പൊ മോൾഡ് ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് എളുപ്പമാണ്. റെയിൻഡിയർ ആയിരുന്നു അത്, അവന്റെ കൊമ്പ് കുറച്ചത്. അയ്യോടാ, ഇപ്പൊ ശരിയായി. ഓക്കെ ഓക്കെ, ക്യൂട്ട്, സോ ക്യൂട്ട്. ഒരു നേക്കഡ് കേക്കാണ്, ബട്ട് സ്റ്റിൽ അതിനെ ഏറ്റവും മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ മനോഹരമാക്കാനൊന്നുമില്ല. കാരമലൈസ്ഡ് ഹണി കേക്ക് വിത്ത് പ്രൂൺസ് ആൻഡ് വാൾനട്ട്. ഇതാ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ചെയ്ത് നോക്കാം. ഗംഭീര പരിപാടിയായി പോയി, പറയാതിരിക്കാൻ പറ്റില്ല. അയ്യോ, എന്ത് ഹാപ്പി അല്ലേ കാണുമ്പോൾ. സ്വന്തമായിട്ട് അതൊരു ഭയങ്കര ഹാപ്പിനെസ് തോന്നില്ല, എനിക്ക് അതിനെക്കാട്ടി സന്തോഷം തോന്നുന്നു. എന്ത് ഫാസ്റ്റായിട്ട്, എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തത്. ടീസിൽ ഒരു ബഹളവും ഇല്ല. അതാണ് ഒരു പ്രൊഫഷണൽ ടച്ചാണ് എല്ലാത്തിനും. ഷീ സോ എക്സ്പീരിയൻസ്ഡ്, അത്രയും മിടിക്കുകയാണ്. നല്ല നമ്മുടെ ക്രിസ്മസ് വളരെ കളർഫുൾ ആക്കി തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ എലൻ വ്ളോഗ്സിൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഈ ക്രിസ്മസിന് ഇത് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭയങ്കര ഓ യെസ്. ഇനി ഇത് എനിക്കിത് കട്ട് ചെയ്യാനേ തോന്നുന്നില്ല, സോറി, പറ്റില്ല. നോക്കട്ടെ, ഇതൊന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട്. അങ്ങനെ ബ്യൂട്ടിഫുൾ ഹണി കേക്ക് എൻ്റെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞു.
അത് ക്രിയേറ്റ് ചെയ്ത ആളിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഗംഭീരമായിട്ടുണ്ട്. ഇതൊരു നേക്കഡ് സ്റ്റൈലാണ്, കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഫിനിഷിംഗ് ആയിട്ടല്ല ചെയ്യുന്നത്, ഇതിങ്ങനെ ഭംഗിയായിട്ട്. പക്ഷെ ഇതിന്റെ അകത്തെ ഫില്ലിങ്ങിനൊക്കെ ഓർത്ത് നോക്കൂ, അയ്യോ ഫ്രൂട്ട്സും വാൾനട്ട്സും എനിക്കറിയില്ല എന്തൊക്കെയാണ്. ഗംഭീരമാണ്. ഒരു കാരമലൈസ്ഡ് വേർഷനാണ്. എനിക്ക് കാരമൽ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം ചേർന്ന് വരുന്നു. എനിക്ക് അല്ലാണ്ട് തന്നെ ഒരു ഫ്രൂട്ട് കേക്ക് ഒക്കെ കൊണ്ടാ വന്നത് കേട്ടോ, ഒരു ക്രിസ്മസ് പ്ലം കേക്ക്. അത് ഇത് ഇവിടെ ഉണ്ട് അല്ലേ. ഇത് വേറൊരു കേക്ക്, അത് ഞാൻ കാണിച്ചു തരാം. അത് ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാൻ തരാനായിട്ട്. This is the സ്പെഷ്യൽ കേക്ക്, കാരമലൈസ്ഡ്. ഓക്കെ, നമ്മുടെ ഹണി കേക്ക്. അതാണ് നമ്മുടെ ഹണി കേക്ക്. ക്രിസ്മസ് തീമിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിമനോഹരം എന്നല്ലാതെ വേറെ എന്താ പറയാ. സോ ദാറ്റ് ഇസ് അഗെയിൻ താങ്ക് യു. അപ്പൊ താങ്ക് യു സോ മച്ച്, പറയാതിരിക്കാൻ പറ്റില്ല. സോ ഹാപ്പി. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിൾ ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാണ് ഈ ഹണി കേക്ക്. പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം, ഇതുപോലെ ചെയ്യാം, ഇതിന് ഇഷ്ടമുള്ള വേറെ ഫ്ലേവേഴ്സിൽ ചെയ്യാം. സ്ട്രോബെറീസ്, ബ്ലൂബെറീസ്, അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലേ. എനിത്തിങ് യു ക്യാൻ ആഡ്. ഭയങ്കരമായിട്ട് ചെയ്യാം. അപ്പൊ ഇതിന് എനിക്ക് കട്ട് ചെയ്യാനേ പറ്റില്ല, സോറി. എനിക്ക് വിഷമം തോന്നുന്നു. കട്ട് ചെയ്യണ്ട മറ്റേതാണെങ്കിൽ അങ്ങനെ കട്ടി. അപ്പൊ നമ്മുടെ ക്രിസ്മസ് കേക്ക് കട്ടിങ് ചെയ്തു. ഓ മൈ ഗോഡ്, പ്ലേറ്റിൽ വെക്കാം. ആഹാ, റൂൺസ് ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അതിന്റെ സൈഡ് നോക്കിയാനോ. അതെ, ഓ സോ നൈസ്. ഞാനിപ്പോഴേ ചെറുതായിട്ട് ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് തുടങ്ങി. ടേസ്റ്റിംഗ് തൊടുന്നതിന് മുമ്പ് അത്രയ്ക്ക് ഇങ്ങനെ മെൽറ്റിങ് ഇൻ മൈ മൗത്ത് ആ സ്റ്റൈലാണ് കേട്ടോ. നല്ല അങ്ങനെയാണ് വേണ്ടത്. ഹണി കേക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഒരു രക്ഷയില്ല. ഓ, ആ കാരമൽ ടേസ്റ്റും കൂടെ വന്നിട്ടേ സോ നൈസ്. അനുകുട്ടി, അനുവിനെ രംഗത്തോണ്ട് വരാം. ടേസ്റ്റ് ഓ സോ നൈസ്, എക്സലന്റ്, സോ ഗുഡ്. പിന്നെയും കഴിച്ചോണ്ടിരിക്കാം. ഞങ്ങളൊക്കെ ഹണി കേക്കിന്റെ ആൾക്കാരാ. ഇതൊരു ഡിഫറെന്റ് വേർഷൻ, അത് ഗംഭീരം. ഇത് മിസ് ഔട്ട് ചെയ്ത് തീർച്ചയായിട്ടും ഈ രീതിയിൽ പരീക്ഷിക്കണം. പിന്നെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ ഓർഡർ കൊടുത്താൽ മതി. ഫോൺ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് മിൻസ് ഓഫ് ബേക്ക്. അതാണ് മിൻസ് ഓഫ് ബേക്ക് എന്നാണ് പേര്. അവരുടെ ഈ ഒരു എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഫേസിയുടെ എന്താ പറയണ്ടേ, ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരാൾ ടേസ്റ്റ് നോക്കാം, അതിന് ഒരു അഭിപ്രായം പറയാ. ഓ, അതൊക്കെ താങ്ക് യു സോ മച്ച്. വലിയ സന്തോഷം. ഓക്കെ, അപ്പൊ ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു ആൻഡ് സെയിം ടു യു. ക്രിസ്മസ് അടിപൊളിയായി. അടിപൊളിയായി. ഓ, വളരെ സന്തോഷം. കാര്യം ക്രിസ്മസ് ദുബായിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ മഞ്ഞ് സ്ഥലത്തേക്ക് പോകണേ. മാഞ്ചസ്റ്ററിലേക്ക് നല്ല തണുപ്പാണ് അവിടെ. പ്ലം കേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജനറലി ഐ ലൈക്ക് പ്ലം കേക്ക്സ്. ഇത് കുറച്ച് നാള് മുമ്പേ സോക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അല്ലേ ചെയ്യണേ. ഇത് എങ്ങനെ ആൽക്കഹോളിലാണോ? അല്ല, ഫ്രൂട്ട് ജ്യൂസ് തന്നെ. ഫ്രൂട്ട് ജ്യൂസിൽ വെച്ചിട്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ കേക്ക്. നമ്മുടെ ക്രിസ്മസ് കേക്ക് ഞാൻ കട്ട് ചെയ്യണം. ആഹാ, നനക്കുട്ടില്ല. ക്രിസ്മസ് ബേക്കിംഗ് ഇപ്രാവശ്യം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാ. നന്നായിട്ടുണ്ടോ? നല്ല കേക്ക്, ഗംഭീരം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം. ഓക്കെ, ലവ്ലി ട്രീറ്റ്. താങ്ക് യു. അപ്പൊ പ്രത്യേകിച്ച് എടുത്തു പറയണം, ഇവിടെ വന്ന് ഇത്രയും കാണിച്ചു, ഇത്രയും കൊണ്ടുവന്നു തന്നു. ഇങ്ങനെയൊക്കെയല്ലേ സ്നേഹം കാണിക്കുന്നത്. തിരിച്ചെനിക്ക് ഒന്നും കാണിക്കാനില്ല കേട്ടോ. സ്നേഹം വാക്കുകളൊന്നും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയും കാണാം. ഓക്കെ, കീപ് ഇൻ ടച്ച്. ഓക്കെ, താങ്ക് യു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്. ലവ് യു ഓൾ.